യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ബൈബിൾ പറയുന്നു എല്ലാവരും അവരുടെ കാര്യം അന്വേഷിക്കുമ്പോൾ തിമോത്തിയോസ് അങ്ങനെയല്ല. അതുകൊണ്ട് അവനെ ഞാൻ നിൻ്റെ അടുത്തോട്ട്. അത് എത്ര എൻകറേജ്മെൻറ്റ്. നമ്മൾ അല്പം പരിശുദ്ധാത്മാവ് ഉണ്ടിലാണെങ്കിൽ നമ്മൾ എന്തോ ആഗ്രഹിക്കും, അതുപോലെ എനിക്കും ആകണം. അടുത്തൊരു ദൈവദാസനെ പറ്റി പറഞ്ഞാണ് ആ അധ്യായം നിൽക്കുന്നത്, 2-ാം അധ്യായം, എപ്പഫ്രോദിത്തോസിനെ. അവിടെ ആ ദൈവദാസൻ മരണക്കിടക്കയിലായിരുന്നു. താൻ ആ ക്ഷീണമൊന്നും, ഇന്ന് പലരും വന്നിരിക്കുന്നതൊക്കെ ക്ഷീണം കൊണ്ടാണെന്ന് എനിക്കറിയാം, ക്ഷീണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ചിലർ എന്നോട് വിളിച്ചു പറഞ്ഞു ക്ഷീണവും വേദനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ എപ്പഫ്രോദിത്തോസിനെ പറ്റി പറയുന്ന താൻ ആ വേദനയൊന്നും, ആ ക്ഷീണമൊന്നും വകവെക്കാതെ സാത്താൻ തന്നെ തൻ്റെ ജീവനെടുക്കുവാൻ, തൻ്റെ ശുശ്രൂഷ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ സാത്താൻ്റെ പദ്ധതി എന്തു വലിയ പോരായില്ലേ. പൗലോസൊക്കെ പറയുന്ന പോലെ എഫെസോസിൽ ഞാൻ മൃഗയുദ്ധം ചെയ്തു, ഞാൻ ഇല്ലാതായി പോകുമോ എന്ന് വെച്ച് ഞാൻ ഭയന്നുപോയി. അപ്പം പൗലോസിൻ്റെ അടുത്ത് ഇത്രയും പോരട്ടെങ്കിൽ അർത്ഥമീസ് ദേവീശക്തിയും. അപ്പോൾ ഓരോ ദേശത്തെ ദേവീശക്തികളുണ്ട്, മൂർത്തിശക്തികളുണ്ട്, അന്യാരാധന ശക്തികളുണ്ട്. ദേശം മുഴുവനും ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ ഭജിച്ച് വരുന്ന, അങ്ങനെ തന്നെ ആ ശക്തി അങ്ങ് ചീർത്ത് നിൽക്കുക. ദൈവമക്കളോ ആത്മാവിൽ ശൂന്യമായിട്ട് നിൽക്കുക. എങ്ങനെ മക്കളെയും കൊച്ചുമക്കളെ എവിടെയെങ്കിലും വിദേശത്ത് വിടാം, എങ്ങനെ കാശുണ്ടാക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് കുറച്ചുകൂടി ലക്ഷറി ആകാനാണ് ദൈവമക്കൾ. അപ്പോൾ യേശുവിനെയാണോ പിൻപറ്റുന്നത്? യേശുവിനെയാണ് പിൻപറ്റുന്നെങ്കിൽ, യേശു ഇരിക്കുന്നിടത്ത് ചെല്ലണമെങ്കിൽ അതിൻ്റെ മാർഗം വേറെയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ ഒത്തിരി 3-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ബിവെയർ, സൂക്ഷിക്കുക, ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഫിലിപ്പിയ സഭയോട് പറയുന്നത്, ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ നല്ല കുടുംബമായിട്ടും സഭയായിട്ടും സന്തോഷമായിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ സാത്താന് ഭയങ്കര കണ്ണുകടിയാണ്. സാത്താൻ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു ബലഹീനത വരുമ്പോൾ സാത്താൻ അറ്റാക്ക് ചെയ്യും. ആ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തും, ആത്മീയ സന്തോഷം കെടുത്തും, സഭയിലുള്ള ഐക്യത കെടുത്തും. ഇതൊക്കെ സാത്താൻ സ്ഥിരം ചെയ്യും. അപ്പോൾ ഫിലിപ്പിയ സഭ ഇപ്പം നല്ല ബലത്തിലായിരിക്കുന്നത്. സന്തോഷിപ്പീൻ എന്നൊക്കെ പറയുന്ന ഫിലിപ്പിയ സഭയോട്. അപ്പം നല്ല 1-ാം അധ്യായമൊക്കെ നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ അവരെ കുറവുകളൊക്കെ ഓരോന്ന് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും വളരെ മറ്റുള്ള സഭകളെക്കാളൊക്കെ കൃപയോടുകൂടി നിൽക്കുന്ന ആ ഉന്നത വിളിയൊക്കെ ഇവിടെ പറയുന്നത്, ഓർപ്പിക്കുന്ന ഗ്രേറ്റ് അപ്വേർഡ് കോളിംഗ് എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ വിളിയൊക്കെ ഓർപ്പിച്ച് നിൽക്കുമ്പോൾ നമുക്കറിയാം 3-ാം അധ്യായം തുടങ്ങുന്നതേ സൂക്ഷിപ്പീൻ, ബിവെയർ, ഇന്ന ആൾക്കാരെ സൂക്ഷിപ്പീൻ. ആരൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? 3-1 ഫിലിപ്പിയൻസ് 3:1. സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. സന്തോഷിപ്പീൻ, അത് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. കാര്യം പിന്നെയും എഴുതുമ്പോൾ നമ്മളൊരു കാര്യം പിന്നെയും പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാകും. പക്ഷേ പൗലോസ് പറയുന്നതിൽ എനിക്ക് എന്തില്ല. കാര്യം നിങ്ങളുടെ സന്തോഷം കെടുത്താനാണ് സാത്താൻ നടക്കുന്നത്. അവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്തുവാ? എൻ്റെ സന്തോഷം, ഗിരിയോൻ പറഞ്ഞ പോലെ എൻ്റെ അവകാശം ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ എൻ്റെ സന്തോഷം കെടുത്തുന്ന അവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു മാർക്കർ അങ്ങോട്ട് വെച്ചിട്ട് വരച്ചങ്ങോട്ട്, ഒരു അതിര് വരച്ചങ്ങോട്ട്, മാർക്കറിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു അതിര് വരച്ച് എന്ത് ചെയ്യണം? അങ്ങോട്ട് നിർത്തിക്കണം. സാത്താനെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് നീ കയറിയേക്കല്ല. അത് പറയുവാനുള്ള അഭിഷേകം നമ്മൾ ആരിൽ നിന്ന് പ്രാപിക്കണം? പാരമ്പര്യമായിട്ട് ധൈര്യമൊന്നും ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നടന്നതിന് ആദ്യം പത്രോസൊക്കെ ചെയ്തേനെ. പടയാളിയുടെ കാതൊക്കെ വാളുകൊണ്ട് ഒറ്റ അടിക്കങ്ങ് ചക്രവർത്തിയുടെ പടയാളിയെ തൊട്ടാൽ പിന്നെ വെളിച്ചം കാണത്തില്ല, അവനെ കൊന്നുകളയും. അതൊന്നും ഓർക്കാതെ അത്ര ധൈര്യശാലിയായിരുന്നു. അപ്പോൾ പലരും ഉണ്ട് ധൈര്യശാലികൾ ബൈബിൾ. അപ്പോൾ നമ്മുടെ ഈ പാരമ്പര്യ ധൈര്യം കൊണ്ടൊന്നും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. ഭീരുവായിപ്പോവും. പിശാച് ഇളകുമ്പോൾ എന്തു ചെയ്യും? ഭീരുവായിപ്പോവും. കർത്താവ് അനുവദിക്കും നമ്മുടെ അവിശ്വസ്തത നിമിത്തം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സന്തോഷിപ്പീൻ. സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന് പൂർണ്ണ പ്രസാദമായി തീരണം, ഇല്ലേ? ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനത്തിൽ എല്ലായിടത്തും എഴുതിയേക്കുന്ന ഫുള്ളി പ്ലീസിങ് ഗോഡ്, ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട്. കൊലോസ്യ ലേഖനത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് കുറച്ച് പ്രസാദമല്ല, പൂർണ്ണ പ്രസാദമായിട്ട്. അങ്ങനെ ഞാൻ ദൈവത്തെ മാത്രം, മനുഷ്യൻ എനിക്കൊരു വിഷയമല്ല. അതിന് കുടുംബമായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മറ്റുള്ളവർ മാർക്കറ്റിലോ ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവദാസന്മാരോ അല്ലെങ്കിൽ സഭയെ, അവരൊക്കെ കൃപയോട് നിൽക്കണം, അവരോടൊക്കെ നല്ല ദൈവസ്നേഹത്തോട് ഇടപെടണം. പക്ഷേ അവരെന്നെ ക്ഷീണിപ്പിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ച് അവിടെ അങ്ങ് നിർത്തണം. ഇത് ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ഇതൊരു ആത്മാർത്ഥതയുടെ ബന്ധമാണ്. കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ നൽകി. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, ഞാനും എന്തു ചെയ്യും?
എൻ്റെ സൃഷ്ടായുസ് ആർക്ക് വേണ്ടി ജീവിക്കും? കർത്താവിന് വേണ്ടി. ഇത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് കയറാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കൾക്ക് കയറാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ കയറാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഭക്കാർക്ക് കയറാൻ പറ്റുമോ? ആൾക്കാർ വന്നെന്നിരിക്കും, ആൾക്കാർ പോയെന്നിരിക്കും. പക്ഷെ ഞാനും അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാക്കണം. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ ആ തീരുമാനത്തോട് വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ വലിയ സന്തോഷം കാണും. ഇനി സന്തോഷം കെടുത്തുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്? അടുത്ത വാക്യം ഇച്ചിരി കട്ടിയായിട്ടാണ്. രണ്ടാമത്തെ വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എന്തോ ബിവെയർ ഓഫ് ഡോഗ്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. പട്ടികൾ അല്ലെ നായ്ക്കൾ, ആ ഒരു വല്ലാത്ത പദം. അത് പ്രത്യേകിച്ച് അറബ് കൾച്ചറിൽ, ഇസ്രയേൽ കൾച്ചറിൽ, ഇപ്പോൾ അറബ് കൾച്ചർ ഞങ്ങളൊക്കെ മരുഭൂമിയിലുണ്ടായിരുന്നവരെ വല്ല കൽബ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പട്ടിയുടെ അറബിയാണ്. വളരെ വളരെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനാണ് അവരത് പറയുന്നത്, പട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു അറബ് കൾച്ചറുണ്ട്. ഏറ്റവും നീച, ഏറ്റവും സുബോധമില്ലാത്ത, ഏറ്റവും മനസാക്ഷി ഇല്ലാത്തവനെയാണ് ആ കൾച്ചറിൽ അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ ബൈബിളിലാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് നായ്ക്കളെ. അത് നമുക്കറിയാം, പത്രോസിൻ്റെ ലേഖനത്തിൽ ആ ഉദാഹരണമൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെ ഒരാൾ നായായിത്തീരുന്നത്. അപ്പം നായ്ക്കളെ സൂക്ഷിപ്പ്. ഇനി നായ്ക്കൾ ചെയ്യുന്ന പണി എന്തുവാ? അഭിഷക്തന്മാർ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അപ്പോസ്തലൻ അത് എന്ത് ചെയ്യും? പറഞ്ഞിരിക്കും. അതിൻ്റെ അകത്ത് ആത്മാവ് പറഞ്ഞു എന്നുള്ളൊരു വ്യക്തത ഉള്ളതുകൊണ്ടാണ്. തൻ്റെ ചൂടൊന്നും നിമിത്തമൊന്നുമല്ല, തൻ്റെ മനസ്സ് എരിവ് കയറി പറഞ്ഞൊന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൻ്റെ വ്യക്തത അല്ലേ നമ്മൾ ബൈബിളെല്ലാം കാണുന്നു. വെളിപ്പാടിൻ്റെ ആധിക്യം, വെളിപ്പാടിൻ്റെ വ്യക്തത, ഡെപ്ത് ഓഫ് ദ റെവലേഷൻ അല്ലേ. അവിടെ ഇവിടെ എഴുതിയേക്ക നായ്ക്കളെ സൂക്ഷിപ്പീൻ. ഒത്തിരി സ്ഥലത്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആകാത്ത വേലക്കാരെ, പിന്നെ വിച്ഛേദന. നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ എന്തുവാ. ഇനി നായ്ക്കൾ, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം 2 പത്രോസ് 1 എടുത്ത്. എന്തുവാ നായ ചെയ്യുന്ന പരിപാടി? 2 പത്രോസ് 2:20, 21, 22. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. താഴോട്ട് വരുമ്പോൾ അവർ ആരെപ്പോലാകുന്നു? നായി തിരിച്ച് ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ ആകുന്നു. എന്തുകൊണ്ടാണ് ഉപമ പറഞ്ഞിരിക്കുന്നത്, അല്ല ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ആദ്യം എഴുതിയിരിക്കുന്നത് അവർക്കറിയാം ദൈവത്തിൽ നിന്ന് നല്ല പ്രകാശനം ലഭിച്ചതാണ്, ദൈവത്തിൽ നിന്ന് വ്യക്തത ലഭിച്ചതാണ്, ദൈവത്തിൽ നിന്ന് നല്ല അനുഭവങ്ങളുള്ളതാണ്, ദൈവം വചനം വ്യക്തമാക്കിയതാണ്, നല്ലൊരു കാഴ്ചപ്പാട് കർത്താവ് കൊടുത്തതാണ്. മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനും ലോകത്തിൽ വലിയ, ഈ ലോകത്തിൻ്റെ ഭാഷയിൽ നന്മ എന്നൊക്കെ പറയുന്ന ലോകത്തിൻ്റെ ഭൗമിക കാര്യങ്ങളും അല്ലെ ഫോക്കസ്, കാഴ്ചപ്പാടങ്ങ് മാറിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നല്ല കാഴ്ചപ്പാടും പോയി, നല്ല വചനവും പോയി, എല്ലാം പോയി. പണ്ടെടുത്ത തീരുമാനമൊക്കെ അതും എന്ത് ചെയ്തു? പോയി. വലിയ വിഷമമുള്ള കാര്യമല്ലേ? പണ്ട് ഒത്തിരി തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുത്തവരുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം, ഹല്ലേലൂയ, ദൈവം എന്നോട് ഇടപെട്ട് ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം, ആ ഹല്ലേലൂയ തീരുമാനത്തിന് എവിടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന എന്തുവാണ്? നായി തിരിച്ച് ഛർദിയിലേക്ക് തിരിക്കുന്ന പോലെ. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചതൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? തീരുമാനമെടുത്തു ദൈവത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇച്ചിരി കഴിഞ്ഞ് എൻ്റെ ബലഹീനതയിൽ ഞാൻ തിരിച്ചെടുക്കുവാണെങ്കിൽ ഞാനും ആരാ? നായ. അതിനകത്ത് പാസ്റ്ററും വിശ്വാസിയൊന്നും അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടി നോക്കുന്നവൻ. അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തെങ്കിൽ ആ തീരുമാനത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നായ തിരിച്ച് ഛർദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഒത്തിരി വലിയ പട്ടികൾ, ഹൗണ്ട്, ഗ്രേറ്റ് ഡെയിൻ, ഹൗണ്ടൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. ഗ്രേറ്റ് ഡെയിൻ, ഫോക്സ് ടെറർ, ഒറിജിനൽ അൽസേഷൻ അല്ലെ ജർമ്മൻ ഷെപ്പേർഡ്, ഒത്തിരി ലാബ്രഡോർ, ബ്ലാക്ക് ഷെപ്പേർഡ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ റെയർ ബ്രീഡ്സ് വരെ വളർത്തിയതാണ്. വലിയ പട്ടികൾ, സൈസുള്ള, ഒട്ടക സൈസുള്ള പട്ടികൾ. ഒരു ബേസിനൊക്കെ ഞങ്ങൾ ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്നേ കൊടുക്കത്തുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു നേരെ കൊടുക്കത്തുള്ളൂ. ഒരു ബേസിനാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത്. അതിനുള്ള സ്ഥിരം നമുക്ക് അവിടെ ഇറച്ചിക്കടയിൽ മീൻസ് അവിടെ ഇറച്ചിയുടെ വേസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് കോൺട്രാക്റ്റാണ്. അത് ആഴ്ചയിൽ ഒരിക്കലും അതിങ്ങനെ വലിയ ഇതിലാണ് കൊണ്ടിരുന്നത്. അപ്പം ഒരു ബേസിൻ കഴിച്ചിട്ട് ഈ പട്ടി ഒരു പരിപാടി കാണിക്കും. അത് മുഴുവനും ഈ വെപ്രാളം പിടിച്ചതെല്ലാം കൂടി കഴിച്ചിട്ട് അതിൻ്റെ ഓക്കാനിച്ച് വെക്കും. ഈ ഓക്കാനിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിയൊക്കെ, വലിയ പട്ടികളൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ. നല്ല രുചിയോടുകൂടി ഒരു പുതിയ ഭക്ഷണം ഇപ്പം യജമാനൻ തന്ന പോലെ നല്ല നക്കി രുചിയോടുകൂടി കഴിക്കുക. എന്ന് വെച്ചാൽ തിരിഞ്ഞ് പോകുമ്പോഴും എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒരു കൂസലുമില്ല, ഒരു കുറ്റബോധവുമില്ല.
ഭയങ്കര ആത്മീയരാന്നുള്ള ഒരു വലിയ ഒരു ഭാവത്തിൽ ആ പട്ടി അതേ ഭാവമാണ് കാണിക്കുന്നത്. ഇതൊരു സ്പോയിൽഡ് ഫുഡ്, ഇതെൻ്റെ ശരീരം വേണ്ട എന്ന് വെച്ചാണ് വോമിറ്റ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയാമല്ലോ, ഈ മെറ്റബോളിക് വേസ്റ്റ് വേണ്ട എന്ന് വെച്ചിട്ട് വയറ് കുടൽ പുറത്ത് തള്ളുന്ന. അപ്പോൾ ആ പുറത്ത് തള്ളുന്ന സാധനം ഇത്രയും രുചിയോടുകൂടി കഴിക്കുന്ന വേറെ ഒരു ചിന്തിക്കുമ്പോഴേ അറപ്പാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഉദാഹരണമാണ്. ഇത് ദൈവമക്കൾ കാണിക്കും, ഇത് ദൈവദാസന്മാർ കാണിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വചനം പഠിച്ചു, നമ്മളിങ്ങനെ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞു, ഓരോ ലേഖനങ്ങൾ പ്രവചന പുസ്തകങ്ങൾ കഴിഞ്ഞു, മുൻപോട്ട് പോവുക. ഫിലിപ്പി ലേഖനം പിന്നെയും നമ്മൾ പഠിച്ചിങ്ങനെ ഇവിടെ വരെ എത്തി. സ്തോത്രം. നമുക്ക് തീരുമാനമെടുത്ത് പോകാം, കേട്ട് അറിവ് പ്രാപിച്ച് പോകുമല്ല. ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ. അപ്പം നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരില്ലേ, ഈവിൾ വർക്കേഴ്സ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ള ഒത്തിരി പേരെ കഥകളും കെട്ടുകഥകളും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ചെവിക്ക് കർണരസമാർ നല്ല കേൾക്കാൻ ഇമ്പമുള്ള, നിങ്ങൾക്കറിയാം, പ്രാസോപ്പിച്ച് പറയുന്നവരുണ്ട്, നല്ല ഒറേറ്റേഴ്സുണ്ട്, നല്ല കെടുകെടുകെടുകെടുകാന്ന് പണ്ട് ആ നല്ല എന്തോ അതിന് പറയുന്നത് കഥാപ്രസംഗം ഇല്ല, കഥാപ്രസംഗം മോഡൽ ഇടയ്ക്ക് ഒരു പാട്ടും പാടി വെടിവെക്കുന്ന പോലെ ഓരോ പോയിൻറ്സും പറഞ്ഞ് അത് പ്രിപ്പയർഡാണ്. അടുത്തൊരു വേദിയിലും അത് തന്നെയാണ് പറയുന്നത്. കൺവെൻഷൻ പ്രാസംഗികരൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ശൈലിയിലൊക്കെ ശുശ്രൂഷിക്കുന്നവർ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഈ കഥകളും കെട്ടുകഥകളും ന്യായപ്രമാണവും ഒക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണം എന്നോട് എഴുതിയിട്ടുണ്ട്. ആ ന്യായപ്രമാണം ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റിക്കുന്ന ആകാത്ത വേലക്കാർ എന്ത് ചെയ്യണം? ഈവിൾ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഇതല്ല സത്യം, പക്ഷേ അവരും ഈ ആത്മാവിൻ്റെ കീഴിലാണ്. നിങ്ങളെയും സന്തോഷിപ്പിച്ച് എന്തെങ്കിലും ഒരു എൻവലപ്പും വാങ്ങിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യവും വാങ്ങിച്ച് പോകാൻ വേണ്ടി നിങ്ങളെ സന്തോഷിപ്പിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാർ, ആകാത്ത വേലക്കാർ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, അപ്പോസ്തലനൊക്കെ പറഞ്ഞ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്. അപ്പോൾ ആകാത്ത വേലക്കാർ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 2 കൊരിന്ത്യർ 11:13 പെട്ടെന്ന് 1-2 വാക്യം കൂടെ. 2 Corinthians chapter 11 verse 13. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഒത്തിരി സ്ഥലത്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അറിയാവുന്ന വാക്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ സിസ്റ്റർ വായിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ. അവരെന്തിൻ്റെ വേഷമാണ് ധരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നു, പക്ഷെ ഉള്ളിൽ ആരാണ്? ചെന്നായ്ക്കളല്ലേ. ഇങ്ങനെയുള്ള ആ കപട വേലക്കാർ, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്. ഒരു സ്ഥലത്ത് ഈവിൾ വർക്കേഴ്സ് എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്. ഡിസീറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല. ഡിസീറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ അല്ലല്ലോ, വേറൊന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളോട് വേറൊന്ന് പറയുന്നത്. ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, അങ്ങനെയുള്ളവരെ സൂക്ഷിപ്പീൻ. പിന്നെ അടുത്തെന്തോ? വിച്ഛേദനക്കാരില്ലേ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലായിടത്തും ക്രിസ്തുവിൽ ഐക്യപ്പെടണം, ക്രിസ്തുവിൽ ഏകാത്മാവിൽ ഉണ്ടാകണം എന്ന് പറയുവാൻ കാരണം ഈ ടൈപ്പ് ആൾക്കാർ കിടപ്പുണ്ട്. ഒരു സഭ ഐക്യതയോടുകൂടി പോകുമ്പോൾ, സ്നേഹത്തോട് പോകുമ്പോൾ, നമ്മൾ മാക്സിമം എല്ലാവരോടും കൂടിയാലും ഈ ഹോളിലും ബാക്ക് വരെ ഇടിച്ച് നിൽക്കുന്നു. ഇപ്പം അത്രയേ ഉള്ളൂ, ചെറിയ കൂട്ടമാണ്. ഈ കൂട്ടത്തിൽ കൃപയാൽ നിങ്ങൾക്കും പറയാം എനിക്കും പറയാം, ഇതുവരെ എന്തുണ്ട്? സ്നേഹവും ഐക്യതയും, ഒരു കുടുംബം പോലൊരു സ്നേഹവും, എന്തൊരു വിഷയത്തിനും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു മനസ്സുണ്ട്. ഇവിടെ പറയുന്നത് ഇതിങ്ങനെ അങ്ങോട്ട് കണ്ടുവരുമ്പോൾ സാത്താൻ്റെ ഒരു ഇളക്കം എന്തോ, ഇതിൻ്റെ അകത്ത് എന്തുണ്ടാക്കണം? കലക്കമുണ്ടാക്കണം. അപ്പോൾ വിച്ഛേദനക്കാർ അവിടെ എല്ലായിടത്തും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രം എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഒന്ന് വായിക്കാം. 20-ാം അധ്യായം, സഭയ്ക്കകത്ത് എങ്ങനെ ആദ്യകാലം തൊട്ട് പ്രവർത്തിക്കുന്നത്. സാത്താൻ ഒരേ പരിപാടിയുള്ളൂ അന്നും ഇന്നും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, ചാപ്റ്റർ 20, 27-32. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നേരിടാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചു. എല്ലാവരും സൂക്ഷിച്ചോൾവിൻ. എല്ലാവരും ആട്ടിൻകൂട്ടുവാ. ആരാക്കി വെച്ചതാ? ദൈവമാക്കി വെച്ചതാ. പക്ഷേ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ എല്ലാവരും സൂക്ഷിച്ചു കൊള്ളുവീൻ. പിന്നെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്ന നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ. എന്തിനാണ് പൗലോസ് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ടില്ലേ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ സഭയെ ആര് വില കൊടുത്ത് വാങ്ങിച്ചതാ? ഈ സഭ ആ സഭ ഓരോ രജിസ്ട്രേഷനൊക്കെ കാണും നമുക്ക് ഈ ബോർഡ് വെക്കാൻ. പക്ഷേ ഇതൊന്നും കർത്താവിനൊരു വിഷയമല്ല, നമുക്കും ഒരു വിഷയമല്ല. നമ്മൾ എവിടെയെങ്കിലും ഇന്ന സഭ എന്നൊക്കെ പറഞ്ഞു നമ്മൾ സാറിന് പറയാറില്ല, എങ്ങും പറയാറില്ല. കല്യാണം അടക്കമൊക്കെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ വേണമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കാറേ ഉള്ളൂ. അത് ഗവൺമെൻറ് നിയമമായതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ എങ്ങും ഇന്ന സഭ എന്നൊന്നും പറയാറില്ല, പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവത്തിൻ്റെ സഭയാണ്. ആ ദൈവത്തിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിനാൽ ഇടയന്മാരെ ആക്കി വെച്ചു. ആട്ടിൻകൂട്ടത്തെ ആര് വില കൊടുത്ത് വാങ്ങിച്ചു?
കർത്താവിന് ഹി ഹസ് പർച്ചേസ്ഡ് വിത്ത് ഹിസ് ഓൺ ബ്ലഡ് എന്ന് എഴുതിയിരിക്കുന്നത്. സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ടാണ് യേശു എന്നെ, അപ്പോസ്തലൻ പറയാം, യേശു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന അതിൻ്റെ അകത്ത് ആരെങ്കിൽ വിളച്ചിൽ കാണിച്ചാൽ അത് തെറ്റാന്നും അത് കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു അഭിഷേകം അപ്പോസ്തലന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് വരുന്നത്? യെസ്, ഞാൻ പോയതിൻ്റെ ശേഷം 29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നു. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് 29 പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കാത്ത, ആദരിക്കാത്ത, ഇതൊന്നും ഒരു വിഷയമല്ല അവർക്ക്. അവർ ചിന്തിക്കുന്നത് ഇച്ചിരി കാശുള്ളവരോ ഇച്ചിരി കോണ്ടാക്റ്റ് ഉള്ളവരോ കുറച്ച് പേര് വന്നു, എല്ലാവരും കുറച്ച് പേര് പോയി, ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. കർത്താവിൻ്റെ ആട്ടിൻകൂട്ടം ഒന്നും അവർക്കൊരു വിഷയമല്ല. അപ്പം അങ്ങനെയുള്ള ആ കൊടിയ ചെന്നായ്ക്കൾ വരും. 30-ാമത്തെ വാക്യത്തിൽ പറയുന്ന എന്തുവാ അവിടെ എഴുതിയിരിക്കുന്നത്? തങ്ങളുടെ പിന്നാലെ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, ശിഷ്യന്മാരെ 30-ാമത്തെ വാക്യത്തിൽ പറയാം തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. യേശുവിനെ പിൻപറ്റണമെങ്കിൽ ഞാൻ പറയണം, എന്നെ നോക്കണ്ട, ഞാനും മനുഷ്യനാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. പക്ഷെ ഞാൻ ഏതോ വലിയ സംഭവമാണെന്നും ഞാൻ ആണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാര്യം യേശുവിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിരിക്കണം ഇടയന്മാർ, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പക്ഷേ അവരിലേക്കല്ല ആകർഷിക്കേണ്ടത്. ഓരോ വ്യക്തിയോടും പറയേണ്ടത് എന്തുവാ? നീ യേശുവിന് വേണ്ടി നിന്നോ, അല്ലെങ്കിൽ എന്ത് പ്രാപിക്കും? അടി കിട്ടും, അതിനൊരു സംശയവുമില്ല. കർത്താവിന് ഞാനെന്നോ നിങ്ങളെന്നോ ഒന്നുമില്ല. നല്ല ബാലശിക്ഷ കർത്താവ് തരും. സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും കർത്താവ് എന്ത് തരും? ബാലശിക്ഷ തരുമെന്ന്. നീ കൗലിടയനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നീ അപ്പനിൽ നിന്ന് ജനിക്കാത്ത കൗലിടയൻ എന്നാണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. നമുക്കറിയാമല്ലോ, മലയാളത്തിൽ ഒരു പദം ഉണ്ടല്ലോ, അപ്പനിൽ നിന്ന് ജനിക്കാത്തവനെ വിളിക്കുന്ന ഒരു ചീത്ത വാക്കാണ്. അപ്പോൾ അപ്പനിൽ നിന്ന് നീ സ്വർഗീയ അപ്പച്ചനിൽ നിന്ന് വീണ്ടും ജനം പ്രാപിച്ചു, അല്ലെങ്കിൽ നോ പ്രോബ്ലം, നീ പെന്തിക്കോസുകാരനായിട്ടോ എവിടെയെങ്കിലുമൊക്കെ വന്നിരുന്നോ. ഇവിടെ പറ്റത്തില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ കൂട്ടത്തിൽ അങ്ങനെയുള്ള പോയി ബാക്കിലൊക്കെ ഇരുന്നോ. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവല്ലേ അത് വെളിപ്പെടുത്തുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാം ശരിക്കും ജീവൻ്റെ വിത്ത് ഉള്ളിൽ വന്ന് രക്ഷയുടെ അനുഭവം വന്നിട്ടാണ് നമ്മളെ ദൈവസന്നിധിയിലേക്ക് കർത്താവ് ആകർഷിച്ചത്. സഭ എന്ന ഈ വർക്ക്ഷോപ്പിൽ കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, യെസ്, ഞാൻ പോയതിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ വന്ന് അവരുടെ പുറയിൽ. അതുകൊണ്ടാണ് 31, 32 പറയുന്നത്, ഞാൻ 3 വർഷം രാപകൽ കണ്ണുനീർ വാർത്ത്. ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു തന്നതെ ഓർത്തുകൊള്ളു. ബുദ്ധി പറഞ്ഞെന്ന് എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഐ ഹവ് സ്പോക്കൻ ടു യു ദ വേർഡ് ഓഫ് ഗോഡ് ടു ബിൽഡ് യു അപ്പ് എന്ന് എഴുതിയേക്കുന്നത്. നിങ്ങളെ കെട്ടുപണി ചെയ്യുന്ന, ഈ ബുദ്ധിനേക്കാൾ ഒന്നുകൂടെ ആഴമുണ്ട് ആ പദത്തിനില്ലേ. നമ്മളെ കെട്ടുപണി ചെയ്ത്, നമ്മളെല്ലാവരും എന്തു ചെയ്യും? മൂലക്കല്ല് ക്രിസ്തുവാണ്. കെട്ടുപണി ചെയ്ത് നമ്മളെ ദൈവത്തിൻ്റെ ഭവനമാക്കും, ദൈവത്തിൻ്റെ നിവാസമാക്കും. അപ്പോൾ അതിനുവേണ്ടി ആ പെർഫെക്ഷനിലേക്കാണ് നമ്മളെ പണിയുന്നത്. അപ്പോൾ ഇവിടും എഴുതിയിട്ടുണ്ട്, നിങ്ങളെ കെട്ടുപണി ചെയ്യുന്ന വചനം. ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്കറിയാം. പരിശുദ്ധന, സ്വർഗത്തിന് തുല്യമാകണം ഈ ഹൃദയം. ഏദൻ തോട്ടം താൻ പണിതത് സ്വർഗ്ഗതുല്യമായിട്ടാണ് കാര്യം തനിക്ക് ഇറങ്ങി വരാൻ. ഈ ഹൃദയം എങ്ങനെ ആകണം? സ്വർഗത്തിന് തുല്യമാകണം. അങ്ങനെയാണോ? കർത്താവ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയം ഈ സ്ക്രീനിലോട്ടൊന്ന് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയാം, അയ്യോ നിർത്തിക്കോളാൻ പറയും അല്ലേ. ചിലപ്പം പറഞ്ഞു പോകും. കാര്യം കണ്ട അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും ലോകമോഹവും മുഴുവൻ ഇരിക്കുന്ന ഇതിൻ്റെ അകത്ത് എൻ്റെ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുമോ? ഇല്ല. നമ്മളെ കെട്ടുപണി ചെയ്യുന്ന ആ വചനം. യെസ്, നമുക്ക് തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യം, ഫിലിപ്പിയ ലേഖനം 3:3. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഗത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. 3 കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. നാമല്ലോ പരിച്ഛേദനക്കാർ. നമ്മളാണ് പറഞ്ഞത് നാമല്ലോ പെന്തിക്കോസുകാർ. ഒരു പെന്തിക്കോസുകാരും വചനത്തിലില്ല. പെന്തിക്കോസിൻ്റെ അർത്ഥം 50-ാമത്തേന്നേ ഉള്ളൂ. ചിലർ ആ പദത്തിലാണ് ഭയങ്കരമായിട്ടങ്ങ് നമ്മൾ സത്യത്തിൽ ജീവിക്കുകയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന എല്ലാ കൃപാവരങ്ങളും വിശ്വസിക്കുന്നുണ്ട്. വചനത്തിൻ്റെ എല്ലാ വിശ്വാസ പ്രമാണത്തിലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീയ കൂട്ടമാണ് ഈ പെന്തിക്കോസുകാരൻ. എവിടെയെങ്കിലും അപ്പോസ്തല പ്രവൃത്തി തൊട്ട് എഴുതിയിട്ടുണ്ടോ ദൈവമക്കളെ? അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പെന്തിക്കോസിൻ്റെ ഉത്സവമൊക്കെ നിങ്ങൾക്കറിയാം, അത് പഴയ നിയമം ഒരു ഉത്സവം മാത്രമാണ്. 50-ാമത്തേന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ നാമല്ലോ പെന്തിക്കോസുകാരനല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ. കൊലോസ്യ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഇവിടും എഴുതിയിട്ടുണ്ട്, വി ആർ ദ സർക്കംസിഷൻ. എത്ര പേർക്ക് അത് സാക്ഷ്യം പറയുമ്പോൾ ദൈവസന്നിധിയിൽ ദേശത്ത് പറയാൻ പറ്റുന്നു? വിശുദ്ധിയും വേർപാടിലും ജീവിക്കുന്ന, വില കൊടുത്തു നിൽക്കുന്ന. വില കൊടുക്കാൻ ഇച്ചിരി പാടാ ദൈവമക്കളെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്. സമയം വരുമ്പോൾ ബന്ധങ്ങൾ വിഷയമല്ല,
ലോകം വിഷയമല്ല, ജോലി വിഷയമല്ല, വരുമാനം വിഷയമല്ല. എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്, ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിൻ. ഗ്ലോറിഫൈ ദ ലോർഡ് ത്രൂ യുവർ ബോഡി ആൻഡ് ത്രൂ യുവർ സ്പിരിറ്റ്. അപ്പോൾ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനാലും എന്ത് ചെയ്യണം? ദൈവത്തിന് മഹത്വമായി ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതിയേക്കാം, അതിന് വിശുദ്ധി വേണം. കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്ത് ഈ പാലാരിവട്ടത്തോ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിൽക്കണമെങ്കിൽ, ഞാൻ നിൽക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വേണം. നാമല്ലോ പരിച്ഛേദനക്കാർ, കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു. കർത്താവ്, ഇത് ഞാൻ എൻ്റെ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി പറയേണ്ട കാര്യമാണ്. കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു. എല്ലാവരും ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും അല്ലല്ലോ ആക്കിയിരിക്കുന്നത്. എന്ന് ഓരോരുത്തർ വന്നിരിക്കുന്ന വളരെ ദൂരെ ചോറ്റാനിക്കര എന്ന് വരെ വന്ന കുടുംബങ്ങൾ. നമ്മൾ ഓരോ സ്ഥലത്ത് കർത്താവ് ആക്കിയിരിക്കുന്നത് ആ ദേശത്തെ പരിച്ഛേദനക്കാർ, ശുദ്ധീകരണം പ്രാപിച്ചവർ, അത്രയേ ഉള്ളൂ. ക്ലെൻസ്ഡ് ആൻഡ് സെപ്പറേറ്റഡ്, ശുദ്ധീകരിച്ച് യേശുവിന് വേണ്ടി വേർതിരിച്ചു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വചനം വായിക്കുമ്പോൾ അവിടെ ഒക്കെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ പക്ഷത്തുള്ളവർ എന്ത് ചെയ്യണം? മാറിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കർത്താവ് അടിക്കും. കർത്താവ് ഒത്തിരി വട്ടം ഭൂമി പിളർന്ന് വിഴുങ്ങിയിട്ടുണ്ട്, വലിയ ന്യായവിധി വന്നിട്ടുണ്ട്. എത്ര ആൾക്കാർ 25,000 35,000 പേരെയൊക്കെ ഒരു ദിവസം കൊന്ന കാര്യങ്ങൾ നമുക്ക് ബൈബിൾ കാണാം. വലിയ ന്യായവിധികൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്കറിയാം കർത്താവിന് വേണ്ടി നിന്നില്ല അടി കൊള്ളുമെന്ന് ആർക്കറിയാം? ഇസ്രായേൽ മക്കൾക്ക് അറിയാം. അവരവരുടെ ആയുസ്സിൽ കണ്ടതാ, അവർ പിതാക്കന്മാരുടെ ന്യായവിധി അവർ കണ്ടതാ. കോരഹ് പിതാവിനെ കൊന്നത് കണ്ടപ്പോഴാണല്ലോ വിഴുങ്ങിയത്, ഭൂമി വിഴുങ്ങിയത് കണ്ടപ്പോഴാണ് ഓടിപ്പോയി എന്ത് ചെയ്ത് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചിട്ട് പറഞ്ഞു. അപ്പന് അഹങ്കാരമായിരുന്നു. അഭിഷക്തൻ്റെ എതിരെ നിന്നു. ആരെതിരെ നിന്നു? മോശയുടെ സ്തോത്രം. അല്ല, അഭിഷക്തൻ്റെ എതിരെ കോരഹും നാഥാനും അഭിതാമും ഒക്കെ നിന്ന് നമുക്കറിയാം. സ്തോത്രം. അതൊക്കെ കണ്ടതാ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന നാമല്ലോ പരിച്ഛേദനക്കാർ, അടികൊള്ളാൻ വേണ്ടിയല്ല ദൈവമക്കളെ, ദൈവത്തിന് പൂർണ്ണ പ്രസാദമാണ്. എൻ്റെ ദേശത്ത് ദൈവം എന്നെ ശുദ്ധീകരിച്ച് വേർതിരിച്ചു. ഇനി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവിന് വേണ്ടി നിൽക്കാൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുന്നവർ, വോർഷിപ്പിംഗ് ദ ഗോഡ്. പിന്നെ ജഡത്തിൽ എന്തില്ല? പ്രശംസിക്കാത്തവരില്ലേ? ജഡത്തിൽ ആശ്രയിക്കുന്നുമില്ല, ജഡത്തിൽ പ്രശംസിക്കുന്നുമില്ല. നമ്മുടെ ഓരോ വിഷയം, അത് രോഗമായിക്കോട്ടെ, അതെന്ത് പ്രശ്നമാണെങ്കിലും ജഡത്തിൽ ആശ്രയിക്കുക. അത് ഓടിപ്പോയി ലോകമനുഷ്യർ ചെയ്യുന്ന പോലെ ഒരു മനുഷ്യനോട് വന്ന് എന്നെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതൊരു കോടതിയിലോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ്റെ അടുത്തോ രാഷ്ട്രീയക്കാരുടെ അടുത്തോ ഒക്കെ പോയി എന്നെ രക്ഷിക്കുക എന്ന് പറയാതെ അതൊക്കെ എന്തോ ചെയ്യുന്നത്? ജഡത്തിൽ ആശ്രയിക്കുക. എൻ്റെ കഴിവിലും എൻ്റെ മിടുക്കിലും ആശ്രയിക്കുക. നാമല്ലോ പരിച്ഛേദനക്കാർ, ജഡത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവർ. യെരമ്യാ പ്രവചന പുസ്തകത്തിനകത്ത് എന്തു എഴുതിയിരിക്കുന്നത്? യഹോവയിലും അവനിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ പറയേ മക്കളെ, ഭാഗ്യവാൻ. ഹീസ് ബ്ലെസ്സഡ്. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ബ്ലെസ്സഡ്? പണമുള്ളവനല്ല. യഹോവയിലും അവനിൽ തന്നെ ആശ്രയിക്കുന്നത്. മനുഷ്യനിലോ മനുഷ്യഭുജത്തിലോ ആശ്രയിച്ചാൽ അവൻ ആരാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, യെരമ്യാ 17:5-7. അടുത്ത വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? ഹീസ് കേഴ്സ്ഡ്. എൻ്റെ കർത്താവ് പറഞ്ഞാൽ അപ്പോൾ നമ്മളതൊക്കെ ഓർക്കണം, ഭയത്തോടു കൂടി ഓർക്കണം. ഞാൻ എപ്പോഴും ഭയത്തോടു കൂടി ഓർക്കുന്ന ഒരു ഭാഗമായി യെശയ്യാ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങ് മനുഷ്യരിൽ ആശ്രയിച്ചു എന്ന് വെച്ചോ, ഞാൻ ഭയങ്കര മിടുക്കനാണ്, മനുഷ്യരിൽ ആശ്രയിച്ചു എന്ന് വെച്ചോ, ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് വായിക്കാം. യെശയ്യാ 31:1-3 വരെ. യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവർ മഹാബലവാന്മാരാണുകൊണ്ട് അതിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്കായി ആരായി പറയുന്നത്? യഹോവയായ ദൈവമാണ് പറയുന്നത്. രാജാക്കന്മാരുടെ കുതിരയിൽ, രാജാക്കന്മാരുടെ മന്ത്രിമാരിൽ, രാജാക്കന്മാരുടെ ഏതൊക്കെ ലോകത്തിൽ നിന്ന് സഹായം വരും അവരിലൊക്കെ ആശ്രയിക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. ചിലർ ഈ അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറയുമ്പോൾ പിന്നെ എനിക്കിതുവരെ ഒന്നും പറ്റിയില്ലല്ലോ, നോക്കാം എന്ന് പറയുന്ന അഹങ്കാരികളുണ്ട്. അങ്ങനെയുള്ളവർ കർത്താവ് എന്തുവാ പറയുന്നത്? അടുത്ത വാക്യത്തിൽ ഒത്തിരി ദൈവമക്കൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ദൈവം അനർത്ഥം വരുത്തും. താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇനി ആരെങ്കിൽ അവനെ സഹായിക്കാൻ കൈ നീട്ടിക്കഴിഞ്ഞാൽ അവനും വീഴും, നിന്നെ സഹായിക്കാൻ ശ്രമിക്കുന്നവൻ ആദ്യം വീഴും. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ദൈവത്തിൻ്റെ അടുത്താണ് ഈ ഓവർ സ്മാർട്ടും കളിച്ചുകൊണ്ട് ചെല്ലുന്നത്. ഞാൻ ഈ തുറന്ന് പറയുന്നതുകൊണ്ട് ഒന്നും ഓർക്കല്ലേ. ആരെങ്കിലും നമുക്കിടയ്ക്ക് ഓവർ സ്മാർട്ടാണെന്ന് തോന്നുന്നെങ്കിൽ ആ പണി അങ്ങ് മാറ്റി വെച്ചേക്കാം. അവൻ ജ്ഞാനിയാ. ദൈവത്തെപ്പറ്റി പറയുക, അവൻ തൻ്റെ വചനം വിട്ട് ഒന്നും ചെയ്യത്തില്ല. നിന്നെ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അവൻ ആദ്യം അടികൊള്ളും, അവൻ വീഴും, പിന്നെ നീയും വീഴും.
അങ്ങനെ എല്ലാവരോടും ഒന്നിച്ച്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, എല്ലാവരോടും ഒന്നിച്ച് വരും. അപ്പം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല എന്തുവാ? ദൈവത്തിൽ ആശ്രയിക്കുന്നത്. യെസ്, 4-5 വായിച്ചാൽ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ മതിയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഒരു വലിയ ലിസ്റ്റാണ് പറയാം. നമ്മളിത് വിചാരിക്കും ഇത് ഇനി നമ്മുടെ നാടൻ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഭയങ്കര തള്ളായിപ്പോയല്ലോ, അല്ലെങ്കിൽ തള്ളൊന്നുമല്ല, ഉള്ളതാണ് പറഞ്ഞത്. ഉള്ളതെല്ലാം പറഞ്ഞിട്ടുമില്ല. പുകഴുവാൻ ഇതിലൊക്കെ ഒത്തിരി കൂടുതൽ കാര്യമാണ്. തൻ്റെ ധനത്തെ പറ്റിയോ, തൻ്റെ പിതാവിനെ പറ്റിയോ, താൻ ജീവിച്ച് വളർന്ന സാഹചര്യത്തെ പറ്റിയോ, തൻ്റെ അധികാരത്തെ പറ്റിയോ ഒന്നും താനിവിടെ പറഞ്ഞിട്ടില്ല. സൊസൈറ്റിയിൽ താൻ പ്രാക്ടീസ് ചെയ്യുന്ന തൻ്റെ അധികാരം, തൻ്റെ ഓഫീസ്, ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എങ്കിലും സഭയ്ക്ക് അറിയേണ്ട ഒരു കാര്യം താൻ പറഞ്ഞിരിക്കുക. ഒത്തിരി വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ പലപ്പോഴും ചിന്തിക്കുക പൗലോസിന് വേറെ പണിയൊന്നുമില്ല. അവർ കാണുമ്പോൾ പൗലോസിന് ഒന്നുമില്ല, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തോട് വന്നപ്പോൾ താൻ ഉള്ളതെല്ലാം ലാഭമെല്ലാം ഛേദമെന്ന് വെച്ച് വന്നപ്പോൾ തന്നെ കണ്ടാൽ ആരുമാന്ന് പറയത്തില്ല. ഒരു പുതപ്പുമുണ്ട്, ചുരുളുമുണ്ട് തൻ്റെ സമ്പാദ്യമായിട്ട്. പക്ഷെ താൻ അവരോട് പറയുക, എനിക്ക് ഇതൊക്കെ കർത്താവിന് വേണ്ടി വെടിയാമെങ്കിൽ നിങ്ങൾക്കും എന്തു ചെയ്യാം. കാര്യം തനിക്ക് അഭിമാനിക്കാനുണ്ട്. ദൈവത്തിനറിയാം, മനുഷ്യർക്ക് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അറിയത്തുള്ളായിരിക്കും. ദൈവത്തിനറിയാം താൻ ആരായിരുന്നു, ഏതൊരു പദവിയിൽ നിന്നാണ് തന്നെ വിളിച്ചത്. അതുകൊണ്ട് താൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇസ്രയേലിൻ്റെ കാര്യത്തിന് ഭയങ്കര എരിവുള്ളവനായിരുന്നു. അതാണ് ആദ്യം പറയുന്നത്. 8-ാം നാൾ അതൊക്കെ കറക്റ്റായിട്ട് പാലിച്ചവനാണ്. ബെന്യാമിൻ ഗോത്രം നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ മകന, അല്ലെങ്കിൽ ആ ബെന്യാമിൻ ഗോത്രം, പരീക്ഷൻ, എബ്രായൻ, എരിവുള്ള എബ്രായൻ, ആ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഒക്കെ എരിവോടുകൂടി ചെയ്ത ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ പ്രമാണം, ആ പഴയ നിയമത്തിൻ്റെ യഹൂദന്മാരുടെ പ്രമാണം, അത് എരിവോടുകൂടി ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുരോഹിതന്മാർ പറഞ്ഞ പോലെ നിന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണല്ലോ ന്യായപ്രമാണം. പുരോഹിതന്മാർ പറഞ്ഞ പോലെ നിന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ റിച്വൽസ്, അതിൻ്റെ ഓരോ പ്രാക്ടീസസ്, അത് നിമിത്തമാണ് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ മോശയുടെ പ്രമാണത്തിന് വിപരീതമായി പ്രസംഗിക്കുന്ന ഒരു പുതിയ പ്രമാണവും ഒരു പുതിയ നിയമം ഉണ്ടെന്ന് പറഞ്ഞ് ചിലർ പ്രസംഗിക്കാൻ ഇറങ്ങിയപ്പോൾ ആ അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ഓരോരുത്തരെ സ്തേഫാനോസിനെ ഉൾപ്പെടെ കല്ലെറിഞ്ഞ് കൊല്ലാനും ദമസ്കസിൽ നിന്ന് അല്ല അവിടെ നിന്നൊക്കെ ആൾക്കാരെ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനൊക്കെ എരിവ് കാണിച്ചവൻ, പള്ളിക്ക് വേണ്ടി എരിവ് കാണിച്ചവൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എപ്പോഴാണെന്ന് എഴുതിയിരിക്കുന്നത്. താഴോട്ട് വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. എൻ്റെ യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, സൂപ്പർലേറ്റീവാ. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങ് അറ്റത്തെ ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ട്. അനുഭവിച്ച് അറിഞ്ഞ് ഇതുവരെയും അറിഞ്ഞിട്ട് എന്തൊക്കെയായി, എനിക്കറിയാം കർത്താവിനെ, എനിക്ക് യേശുവിനെ അറിയാം എന്ന് ചിന്തിച്ചിരിക്കുന്നവർ, അറിവ് അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ നമുക്ക് കൂടുതലൊന്നും പഠിക്കാൻ പിന്നെ തോന്നത്തില്ല. അത് എന്ത് കാര്യത്തിൽ, അത് ഏതൊരു വിഷയത്തിലും. ഞാനാണ് ഈ കോഡ്സ് പഠിച്ചു, അത്യാവശ്യം കാര്യം, അപ്പം തൊട്ട് പിന്നെ പരസ്യങ്ങളാണ്, പിന്നെ മീറ്റിങ്ങാണ്. കോഡ്സ് അറിഞ്ഞല്ലോ, അപ്പോൾ എല്ലാ പാട്ടും ഏത് പാട്ടും കണ്ണടച്ച് കോഡ്സ് വായിക്കാം. പുള്ളി അങ്ങനെ ഒരു ട്രിക്ക് കൂടി പഠിപ്പിച്ചു. പിന്നെ അങ്ങോട്ട് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം വന്നില്ല. പക്ഷേ കാരണം എന്നാണെന്നറിയാം, ഇപ്പോഴും അങ്ങോട്ട് ഭയങ്കരമായിട്ട് വായിക്കത്തൊന്നുമില്ല. അന്ന് പഠിച്ച പോലൊക്കെ ഇരിക്കുക ഇപ്പോഴും. കാരണം എനിക്കൊരു അറിവ് അങ്ങോട്ട് വന്നു. അത് പിന്നെ പ്രാക്ടീസ് ചെയ്യാനൊന്നും, പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാനെടുത്ത് വീട്ടിലും ഒരു കീബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പഴയ ഒരു കീബോർഡൊക്കെ. എനിക്കൊരു അറിവ്, ഒരു ചിന്ത അങ്ങോട്ട് വന്നു. ഏത് കോഡ് പിടിച്ചാലും മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഷാർപ്പാണെങ്കിലും പിടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂടുതൽ എന്തിനാണ് പഠിക്കുന്നത്? നമുക്കൊരു വിഷയത്തിൽ, പക്ഷെ ഒത്തിരി ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ, ഒത്തിരി ഉണ്ട് കറക്റ്റായിട്ട് കൈ സ്പീഡിൽ നീങ്ങാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഏതൊരു വിഷയം, അതിനി നമുക്കിഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് അടുക്കളയിൽ സഹോദരിമാർ കുക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, സഹോദരന്മാർ എന്ത് മെക്കാനിക്കൽ ഡ്രൈവിങ് അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഇഷ്ടത്തിലുള്ള ടേസ്റ്റ്, അത് അറിയാം എന്നൊരു തോന്നൽ അങ്ങോട്ട് വന്നാൽ പിന്നെ എന്ത് ചെയ്തു, അവിടെ നമ്മുടെ ആ ഗ്രോത്ത് എന്ത് ചെയ്തു,
ആ നോളജിൻ്റെ ഗ്രോത്ത്, ആ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം, കൂടുതൽ അറിയാൻ വേണ്ടി ഒരാഗ്രഹം അവിടെ നിന്നു. അതേത് ട്രേഡാണെങ്കിലും, എല്ലാ ട്രേഡിനും ഉണ്ട് അതിൻ്റെ ഡെപ്ത് ഉണ്ട്, അതിൻ്റെ നോളജുണ്ട്. പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ റിസർച്ച് ചെയ്ത് ഓരോ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ യേശുവിനെ പറ്റിയുള്ള അറിവും ഇത് പരിശുദ്ധാത്മാവാണ് സഹായിക്കേണ്ടത്. ഇത് നമുക്ക് വെളിയിലൊരു തിയോളജിക്കൽ കോളേജിൽ നിന്നൊന്നും കിട്ടുന്നതല്ല. കർത്താവിനെ പറ്റിയുള്ള അറിവ് അവിടെ കുറച്ച് നോട്ട്സ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് അവസാനം കിട്ടും. കർത്താവിനെ പറ്റിയുള്ള അറിവ് നമ്മൾ രുചിച്ചറിഞ്ഞ ഇല്ലേ, നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് എൻ്റെ യേശുവിനെ അറിയാം, ഞാൻ അറിഞ്ഞത് മതി എന്നാണ് നമ്മളത് വെക്കുന്നത്. ഞാൻ രുചിച്ച് കുറച്ചൊക്കെ ഒത്തിരി അനുഭവങ്ങളൊക്കെ വന്നു, ഒത്തിരിയൊക്കെ ഞാൻ രുചിച്ചറിഞ്ഞു. പിന്നെ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞാന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നാൽ യേശുവിനെ പറ്റി അറിയുവാനുള്ള ആഗ്രഹം അവിടെ നിന്നു. ഇത്രയും വർഷം ശുശ്രൂഷയ്ക്ക് ശേഷം ശ്രേഷ്ഠ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്നിവിടെ കേൾക്കാം. താൻ പറയുക, അവിടെ നമ്മളിപ്പം വായിച്ച വാക്യം കർത്താവിനെ പറ്റി, ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ച്. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അത് കൂടുതൽ അറിയുവാൻ, അത് അറിഞ്ഞറിഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ഈ പാരമ്പര്യവും എൻ്റെ ഈ ഇതുവരെയുള്ള ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം പഠിച്ച അറിവും എൻ്റെ ഈ എരിവും, ഞാൻ എന്തോ ദൈവത്തിന് ഞാൻ ചെയ്തതെല്ലാം സത്യമാ എന്ന് ഇതുവരെ അപ്പോസ്തലൻ ചിന്തിച്ചുകൊണ്ടിരുന്ന, അന്ന് അപ്പോസ്തലനല്ല ശൗലായിരുന്നവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ അറിവും. നമ്മളൊക്കെ പല കാര്യങ്ങൾ നമ്മളങ്ങ് ചിന്തിക്കുന്ന ശരിയെന്ന് വിചാരിച്ചിരിക്കുക, അത് മതിയെന്നൊക്കെ വിചാരിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ, കർത്താവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ, കാലാകാലങ്ങളിൽ പഴയ നിയമം ആദ്യം ഉൽപ്പത്തി തൊട്ട് നോക്കുമ്പോൾ യഹോവയായ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഓരോ അതാ നമ്മളിപ്പോൾ ഈ യഹോവ ഈരേന്നും യഹോവ റാഫാന്നും യഹോവ സിദ്ദീഖീനോന്നും യഹോവ നിസീന്നും ഒക്കെ നമ്മളിപ്പോൾ ഈ സന്തോഷത്തോടെ പറയുന്ന ദൈവജനത്തെ ഓരോ കാലഘട്ടത്തിൽ ബൈബിൾ പറയുന്ന അനുസരിച്ച് കാലാകാലങ്ങളാൽ ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൂടുതൽ അവിടെ നമ്മളൊന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. എത്ര കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. സ്വർഗീയ അനുഭവങ്ങളും കർത്താവിൻ്റെ സ്വഭാവങ്ങളും ദൈവം അറിയുവാൻ അവസരം തരുമ്പോൾ എല്ലാം കർത്താവിനെ രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുക, ആ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, എല്ലാം വിട്ടു എന്ന് അവിടെ എഴുതി. ഛേദമെന്നെണ്ണി ഇല്ലേ 9ാമത്തെ വാക്യം. പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഇത് തുടങ്ങിയത് എപ്പം തൊട്ടാണ്? ഇത് തുടങ്ങിയത് ഈ ശരിക്കും താൻ ചെയ്തതെല്ലാം ശരി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലൻ തേജസ് കണ്ടപ്പം തൊട്ടായില്ലേ, ആ മൃഗത്തിൽ നിന്ന് അടിച്ച് താഴെ ഇട്ടു, ദൈവ തേജസ് കണ്ടു. യെശയ്യാവ് നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗം പോലും, യെശയ്യാവ് 53-ാം അധ്യായം, ഈ ആഴത്തിലുള്ള വെളിപ്പാട്, യേശു തന്നെയാണ് ദൈവം എന്ന് യെശയ്യാവ് പ്രവചന പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെ പറ്റി പറയുമ്പോൾ അവൻ്റെ പേരെന്തുവാ? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞിട്ട് ഓരോ നിത്യപിതാവ്, സർവശക്തനായ ദൈവം. യേശു തന്നെയാണ് നിത്യപിതാവ്, യേശു തന്നെയാണ് സർവശക്തനായ ദൈവം എന്നുള്ള വെളിപ്പാടൊക്കെ യെശയ്യാവിന് കിട്ടിയത് എപ്പോഴാണെന്നറിയാം? തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു. ശുദ്ധീകരിച്ച് ആ തേജസ് കണ്ടു. അപ്പോൾ യെശയ്യാവ് കർത്താവിൻ്റെ തേജസ്സുള്ള സിംഹാസനം കണ്ട് എത്രത്തോളം നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു അതനുസരിച്ച് ആ കർത്താവിൻ്റെ തേജസ് കാണുവാൻ കഴിയും. നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാവും ഇല്ലേ? യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം ശുദ്ധീകരണം പ്രാപിച്ചു. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാം, ആ തേജസ് കണ്ടപ്പം തൊട്ടാണ് തൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറിയത്. താൻ ചെയ്യുന്നത് ശരി. യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ നീതി പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിലൊരു കറ വരണ്ട തുണി പോലെ. ഞാൻ വലിയ നീതിമാനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ, അതുകൊണ്ടല്ലേ പല അപ്പോസ്തലന്മാർ ഒക്കെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, വലിയ പ്രവൃത്തി ചെയ്തു. യേശു എന്തോ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വെറുതെ സമയം കളയാതെ എൻ്റെ അടുത്ത് നിന്ന് ഗെറ്റ് ലോസ്റ്റ്. ഇച്ചിരി കട്ടിയാ. ഇത്രയും ഒരായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി വലിയ നീതിപ്രവൃത്തിയൊക്കെ ചെയ്ത് അവരോട് പറയുക, വിളി അനുസരിച്ച് വിശ്വസ്തരായിത്തീരണം. ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമൊക്കെ നമ്മൾ കാണുമ്പോൾ എൻ്റെ അവസാനമായി 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു,
യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. നിങ്ങൾ പിന്നീട് 17-ാമത്തെ വാക്യം തൊട്ട് വായിച്ചോ. ദൈവം തൊട്ടു, മൃഗത്തിന് താഴെയിട്ടു, തേജസ് കണ്ടു. ഓൺ ദ സ്പോട്ട് എന്തുവാ മാറ്റമാ. തേജസ് ഉള്ളിൽ വന്നപ്പോൾ തൊട്ട് പിന്നെ എന്തുവാ ഇവിടെ എഴുതിയിരിക്കുന്നത്? യേശു തന്നെ. ഇത്രയും നാളും യേശു ആരുമല്ല, യേശു വെറും ഒരു മനുഷ്യനാണ്. യേശുവിനെ ആരാധിക്കുന്നവരെ പിടിച്ച് ചങ്ങലെ കെട്ടി കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നവർ തേജസ് കണ്ടു, തേജസ് ഒന്ന് സ്പർശിച്ചു, കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ആ നിമിഷം തൊട്ട് യേശു തന്നെ ദൈവമെന്ന് സിനഗോഗിൽ പറഞ്ഞുകൊണ്ട് നടന്നു. ഓരോരോ സിനഗോഗിൽ യഹൂദന്മാർ തൻ്റെ ഇത്രയും നാളും താൻ വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആർക്കു വേണ്ടി നിന്നോ ആ സിനഗോഗിൽ കയറി താൻ എന്ത് ചെയ്തു? അതിനുള്ള കൃപ കർത്താവ് കൊടുത്തു. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, മേൽക്കുമേൽ കൃപ പ്രാപിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു തന്നെ ദൈവം എന്ന് താൻ പറഞ്ഞുകൊണ്ടിരുന്നു. 10-ാമത്തെ വാക്യം വായിക്കും തിരിച്ച്. ഫിലിപ്പിയ ലേഖനം 2:10. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് യേശുവിനെ ഒന്ന് അറിയും. ദാറ്റ് ഐ മേ നോ ഹിം. അവൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ, യേശുവിനെ ഒന്ന് അറിയുവാൻ, ആ പുനരുദ്ധാന ശക്തി, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് അറിയുവാൻ. സ്തോത്രം. അതിനാണ് മേളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ലാഭമായതുള്ളത് ഓരോന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്ന് വെക്കുന്നു. സ്തോത്രം. ദൈവമക്കളേ, ഹല്ലേലൂയ. ലാഭമായത് ഓരോന്നും താൻ ഛേദമെന്ന് വെക്കുവാൻ കാരണം എന്തുവാ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം എന്തായിരിക്കണം? എനിക്ക് കർത്താവിനെ ഒന്ന് കൂടുതൽ അറിയണം. യോബ്, ഞാൻ എപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ അതിനോട് ചേർന്ന് ചിന്തിക്കുന്ന, അല്ലെ ഓർക്കുന്ന ഒരു ഭാഗമാണ് യോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയെ കൂടി താൻ കടന്നുപോയി. താൻ കഷ്ടതയുടെ ആധിക്യം കൂടിയപ്പോൾ താൻ നിരാശനായിപ്പോയി, താൻ ഡൗൺ ആയിപ്പോയി. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭാര്യയോട് അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ ശക്തിയോടുകൂടി, കർത്താവ് തരും, കർത്താവ് എടുക്കും, കർത്താവിന് നീ ഒരു പൊട്ടിപ്പെണ്ണെ പോലെ സംസാരിക്കുന്നത്, കർത്താവിന് തരാൻ അധികാരം ഉണ്ടെങ്കിൽ കർത്താവിന് എടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് അല്ലല്ല, കർത്താവിനെയും തള്ളിക്കളഞ്ഞ് നീയും പോയി മരിക്കുക എന്നൊക്കെ പറഞ്ഞ ഭാര്യയോട് ശാസിച്ച് അങ്ങോട്ട് ശക്തമായിട്ട് നിന്നല്ലേ ഉള്ളൂ. പക്ഷെ തൻ്റെ ഉള്ളിലൊരു ചഞ്ചലം. എന്നാലും ഞാനൊരു തെറ്റും ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടതയുള്ള പരിശോധനയെക്കൂടെ ആ ചോദ്യത്തിനൊരു ഉത്തരമില്ലാതെ ജീവിതം മുഴുവനും, അല്ലെങ്കിൽ ഒത്തിരി വേദനിച്ച മക്കളെയൊക്കെ എടുക്കുക, ഉള്ളതെല്ലാം സമ്പാദ്യം എടുക്കുക മാത്രമല്ല മക്കളെയൊക്കെ എടുക്കുക. എന്നാ കർത്താവെ ഞാൻ എന്തിൽ കൂടെ കടന്നു പോകുന്ന ആ ചോദ്യത്തിൻ്റെ ഒക്കെ മുമ്പിൽ താൻ ഒത്തിരി മിണ്ടാതിരുന്ന് 38-ാം അധ്യായം തൊട്ട് കർത്താവ് പറഞ്ഞു, നീ ഒരു മനുഷ്യനെ പോലും നിൻ്റെ ബെൽറ്റ് എന്ത് ചെയ്യേ? അരമുറുക്കുക. ബി പ്രിപ്പയർഡ് ലൈക്ക് എ മാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ 38-ാം അധ്യായം തൊട്ട് ചോദിച്ച് 42-ാം അധ്യായമായപ്പോഴല്ല, അവസാന അധ്യായമായപ്പോൾ അറിയാവുന്ന ഭാഗമാണ്. ഒന്നുകൂടെ വായിച്ചു നമ്മുടെ ബലത്തിനായി. ജോബ് ചാപ്റ്റർ 42:5-6. യോബിൻ്റെ പുസ്തകം 42:5-6. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണും. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കും. ഇതുവരെയും യഹോവയായ ദൈവത്തെ ഭയങ്കരമായിട്ട് അറിയാം, നീതിമാന ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഈ വ്യക്തി ഇപ്പം പറയുക, ഞാൻ ഇതുവരെയും കർത്താവിനെ പറ്റി എന്ത് മാത്രമേ ഉള്ളൂ? ഒരു കേൾവി മാത്രമേ ഉള്ളായിരുന്നു. നമുക്കും അങ്ങനല്ലേ? കർത്താവിനെ പറ്റി പലരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ ഒരു കേൾവി. സ്തോത്രം. ബൈബിളിൽ നിന്ന് വായിച്ച ഒരു കേൾവി. അപ്പോൾ അറിവ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇത്രയും തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയപ്പോഴാണ് ഇപ്പോഴെൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണും. അയ്യോ എത്ര വലിയവൻ, എത്ര ഭയങ്കരൻ എന്ന് കണ്ടപ്പോഴാണ് അവിടെ എഴുതിയേക്കുന്നത്, ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? പൊടിയിലും കിടന്ന് അനുഭവിക്കുന്നു. ആ ഡിനായ് മൈസെൽഫ്. അവിടെ പഴയ നിയമത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാരത്തിൽ പൊടിയിലും അല്ലെങ്കിൽ ചാരത്തിൽ ചടന്നു വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് വളരെ ദൈവസന്ധിയിൽ താഴ്ത്തുന്നത്. അപ്പോൾ ആ ഒരു താഴ്ത്തുന്ന അനുഭവം താൻ പറയുന്നത്, നീ എത്ര വലിയവൻ, അങ്ങ് എത്ര വലിയവൻ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ലല്ലോ. അറിയാതെ ഒരു നിമിഷം കർത്താവിനെതിരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം സർവാധികാരിയായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്തപ്പോൾ ഞാൻ ദൈവത്തെ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ ചോദ്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെയൊക്കെ എന്തുവാ താൻ അറിയുന്നത്? ദൈവത്തെ ഒന്ന് രുചിച്ചറിയുന്ന ഒരു അനുഭവം. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, കർത്താവിനെ ഒന്ന് അറിയുക. ഇവിടെ യോബ് അറിഞ്ഞ പോലെ ഒന്നുകൂടെ നമുക്ക് 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഈ ലാഭമായതുള്ളതെല്ലാം കളഞ്ഞെന്തിനാണെന്നറിയാം, അവനെ ഒന്ന് അറിയുവാൻ എന്ന് വെച്ചാൽ കർത്താവിനെ രുചിച്ചറിയുവാൻ. ഐ മേ നോ ഹിം. രണ്ടാമത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്ന് പ്രാപിക്കുവാൻ. സ്തോത്രം. അപ്പോസ്തലന്മാർ ആ പുനരുദ്ധാനം കണ്ട ഒരു സമയം
അത് 4-ാം അധ്യായത്തിലാണ്, നിങ്ങൾ പിന്നീട് എടുത്താൽ മതി. അതിൻ്റെ 33-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ആക്ട്സ് ചാപ്റ്റർ 4:33 പിന്നീട് എടുത്തോ, വായിച്ചോ. അവിടെ എഴുതിയിരിക്കുന്നത് ആ പുനരുദ്ധാനം കണ്ടവരുടെ മേൽ, ആ തേജസ്കരണം കണ്ടവരുടെ മേൽ, റിസറക്ഷൻ അല്ലെങ്കിൽ ആ റിസറക്ഷൻ കണ്ട ശിഷ്യന്മാരുടെ മേൽ മഹാശക്തിയോടുകൂടി എന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പുനരുദ്ധാന ശക്തി എന്തുവാണ്? ഒന്ന് വായിച്ച് 4:33. അവർക്ക് ധാരാളം കൃപ ലഭിച്ചു. അപ്പം കർത്താവിൻ്റെ പുനരുദ്ധാനം അനുഭവിച്ചറിയുന്നവർക്ക് ആ ഒരു ഇവിടെ പുനരുദ്ധാനത്തിൽ എന്തോ നടക്കുന്നത്? ഒരു റിസറക്ഷൻ, മരണത്തിൽ നിന്ന് ഒരു റിസറക്ഷൻ, നിർജീവ അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പാണ് നടക്കുന്നില്ലേ. മരിച്ച് എംബാം ചെയ്തു, അടക്കി, കല്ലും വെച്ച് ഉരുട്ടി മാറ്റിയെടുത്തു എന്നാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? 3-ാം നാൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് പടയാളികളും ചക്രവർത്തിയുടെ സീലും ഒക്കെ പൊട്ടിത്തെറിച്ച് എന്തൊരു ബമ്പാർട്ട്മെൻറ്റ് അല്ലേ. ആകപ്പാട് ബോംബ് പൊട്ടുന്ന പോലല്ലേ എൻ്റെ കർത്താവ് എന്ത് ചെയ്തത്? വലിയൊരു ദൈവപ്രവൃത്തി അവിടെ കാണിച്ചുകൊണ്ട് എല്ലാവരും ആ തേജസ്സിന് മുമ്പിൽ നിൽക്കാതെ വലിയ പടയാളികളൊക്കെ മല്ലന്മാരൊക്കെ താഴെ വീണാണ് എൻ്റെ കർത്താവ് ലോകത്തിന് മുഴുവനും സാക്ഷീകരിച്ചതിന് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്ത്. ആ പുനരുദ്ധാന ശക്തി നമ്മുടെ മേൽ വന്നാൽ പിന്നെ ശൂദ്രശക്തിയാട്ട്, പാരമ്പര്യ ശക്തിയാട്ട്, ദേശത്തിലെ അന്യാരാധന ശക്തിയായിട്ട് ഇത് വല്ലതും നമ്മളെ ബാധിക്കുമോ? അങ്ങനെ പൗലോസ് ശക്തനായി നിന്നത്. പൗലോസ് ശക്തനായി നിന്നത് വെറും ഒരല്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല, വെറും യേശു രക്ഷകനാണെന്നുള്ളൊരു ചെറിയ അറിവിൻ്റെ ശക്തിയല്ല. സ്തോത്രം, ഈ പുനരുദ്ധാന ശക്തി, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. അപ്പം ഒന്ന്, എനിക്ക് അവനെ ഒന്ന് അറിയേണ്ടതുപോലെ അറിയണം. അത് ഈ അറിവ് ഇങ്ങനെ വർദ്ധിച്ചു വരണം. എത്രത്തോളം യേശുവിനെ അറിയുന്നു അത്രത്തോളം ലോകത്തെ നമ്മൾ എന്തു ചെയ്യും? വെറുത്തു പോവും. അല്ലാതെ ത്യജിക്കുക എന്നൊന്നും പറഞ്ഞാലൊന്നും ലോകം ഉള്ളിൽ നിന്ന് പോകത്തില്ല. ഇപ്പോഴത്തെ ദൈവദാസന്മാരാണെങ്കിൽ പറഞ്ഞതിന് അടുത്തുള്ളവർക്ക് കൈ കൊടുത്ത് ത്യജിക്കുകയെന്നോ ക്രൂശെന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒന്നും ലോകം ഉള്ളിൽ നിന്ന് പോകത്തില്ല. ലോകം ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ദ എക്സലൻസ് ഓഫ് ഹിസ് നോളജ് അത് ഉള്ളിൽ കയറണം, ഇല്ലേ? യേശുവിനെ പറ്റിയുള്ള അറിവ്. പിന്നെ 3-ാമത് എഴുതിയേക്കുന്ന അവൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ. സ്തോത്രം, അത് മാത്രം പറയല്ലേ പാസ്റ്ററെ? നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കഷ്ടം സഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കഷ്ടതയിൽ കൂടാതെ എങ്ങനെയാണ് പ്രത്യാശ പ്രാപിക്കുവാൻ കഴിയുന്നത്? കഷ്ടത സഹിഷ്ണുതയും, ഫോർമുല സഹിഷ്ണുത സിദ്ധതയും. അപ്പം ആ സിദ്ധത അല്ലെങ്കിൽ ദൈവിക സ്വഭാവം നമുക്ക് തരുന്നതും. അങ്ങനെ ഫൈനലി പ്രത്യാശ, സ്വർഗീയ പ്രത്യാശ കിട്ടണമെങ്കിൽ ആദ്യം കഷ്ടതയിൽ കൂടാ. അപ്പം ദൈവം തരുന്ന ഓരോ കഷ്ടതയ്ക്കായിട്ടും അത്രയേ ഉള്ളൂ. പ്രത്യാശ എന്നിൽ വർദ്ധിക്കുവാന്നേ. പ്രത്യാശ വർദ്ധിച്ചാൽ മാത്രമേ എൻ്റെ ഫോക്കസ് സ്വർഗീയമായി തീരത്തുള്ളൂ. ഈ പ്രോസസ്സിൽ കൂടി, ഈ ഫോർമുലയിൽ കൂടി ഞാൻ ഓരോ ആഴ്ചയും കടന്നു പോയിരിക്കണം. ഓരോ ആഴ്ചത്തെ കഷ്ടത ഓരോന്നാന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? അതുകൊണ്ട് എപ്പോഴും എന്നാ കഷ്ടത കർത്താവെ എന്നൊന്നും ചോദിച്ച് കളയല്ലേ. പ്രത്യാശയ്ക്കായിട്ട് കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞില്ല, ഈ പുനരുദ്ധാന ശക്തി കർത്താവിനോടുകൂടി കഷ്ടാനുഭവങ്ങളുള്ള കൂട്ടായ്മയിൽ നമ്മളെ സ്വർഗീയ പ്രത്യാശയ്ക്കൊക്കെ ഒരുക്കിയിരിക്കുന്ന ജനം മാത്രമേ ഉള്ളൂ. കൗണ്ട് ഡൗൺ അങ്ങോട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന പോലെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ആ ലോഞ്ചിങ് സ്പീഡേ നമുക്കറിയത്തുള്ളൂ. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 7 സ്പിയറും കഴിഞ്ഞ് ഔട്ടർ സ്പേസിലേക്ക് പോകുന്നത് അത്രയും നമുക്കറിയത്തുള്ളൂ സയൻസ് അനുസരിച്ച്. പക്ഷേ അതിനേക്കാൾ സ്പീഡാണ് കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെ എത്തും? മധ്യാകാശത്തിൽ യേശുവിനോടുകൂടി, യേശുവിന് മുമ്പിലെത്തും. അപ്പം ആ സ്പീഡിൽ നമ്മൾ ഇവിടെ നിന്ന് റോക്കറ്റ് പോകുന്നതിനേക്കാൾ സ്പീഡിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. നമ്മുടെ വർത്തമാനം മാറും, നമ്മുടെ ഫോക്കസ് മാറും. ഈ ലോകം പണം ഇവിടുത്തെ നന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പറഞ്ഞു പോകും. ജഡത്തിലാണോ പെന്തിക്കോസുകാരും ദൈവമക്കളും പാസ്റ്റർമാരും എന്തു പറയും? ഇവിടുത്തെ നന്മയെപ്പറ്റി പറയും. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ ഒരു പുനരുദ്ധാന ശക്തി ഉണ്ടോ? ഞാൻ യേശുവിൻ്റെ പറ്റിയുള്ള എക്സലൻസ്. പൗലോസ് ഞാൻ പറഞ്ഞില്ലേ, ഈ തള്ളു പറഞ്ഞൊന്നുമല്ല. പൗലോസ് പറഞ്ഞത് ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ യേശുവിന് വേണ്ടി വേണ്ടാന്ന് വെച്ചു. എൻ്റെ ഓഫീസൊക്കെ ഞാൻ എന്ത് ചെയ്തു? യേശുവിന് വേണ്ടി. ഓഫീസ് എന്ന് പറയുമ്പോൾ ആ സ്ഥാനം, ആ ഡെസിഗ്നേഷനൊക്കെ ഞാൻ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു? വേണ്ടാന്ന് വെച്ചു. അത് മറ്റുള്ളവരാരും ലോകബുദ്ധിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പൊട്ടന്നേ പറയത്തുള്ളൂ. സ്തോത്രം.
പൗലോസിനറിയാം ദി എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. പൗലോസിനറിയാം തന്നെ വിളിച്ച വിളി അനുസരിച്ച് വിശ്വസ്തരായി തീർന്നില്ലെങ്കിൽ ദൈവമേ കാഹളൂതുമ്പോൾ എടുക്കപ്പെടത്തില്ല. ഈ ദിവസങ്ങൾ ആ ലോകം എന്തു പറഞ്ഞോട്ടെ, നിങ്ങൾക്കൊരു ബോധ്യം വേണം. നിങ്ങളെ വിളിച്ച വിളി, അയ്യോ ലോകം എന്നെ പറഞ്ഞു, അതല്ലേ എല്ലാവരും പറയുന്നത്. യോശുവയും കാലേബും മാത്രമേ ഉള്ളല്ലോ വേറിട്ടൊരു ആത്മാവുള്ളവർ. ബാക്കി 10 പേരും എന്തുവാ പറഞ്ഞത്? അയ്യോ അവിടെ ചെന്നപ്പോൾ ഞാനങ്ങ് കൊച്ചായിപ്പോയി. അയ്യോ ഫാമിലി ഗ്യാതറിങ്, ഫാമിലിയിൽ എല്ലാവരും കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? യേശുവിന് വേണ്ടി നിന്ന് ഞാനങ്ങ് കൊച്ചായിപ്പോയെന്ന് വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് യോശുവയും കാലേബിൻ്റെ മേലുള്ള അഭിഷേകം പ്രാപിച്ചോ, കർത്താവിനോട് പറഞ്ഞോ, കർത്താവിനെ എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. സ്തോത്രം. അവിടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. നിങ്ങൾ ആരാ? നിങ്ങളുടെ പദവി യേശുവിൻ്റെ മണവാട്ടിയായി തീരുവാനാണ് നിങ്ങളെ ഒരുക്കുന്നത്. ഹല്ലേലൂയ. അതല്ലാതെ വേറെ ഒന്നുമില്ല ദൈവമക്കളെ. ലോകത്തിൽ ശ്രേഷ്ഠമായിട്ടോ നിത്യതയിൽ ശ്രേഷ്ഠമായിട്ടോ ഒന്നുമില്ല ലോകത്തിൻ്റെതൊന്നും. സ്തോത്രം. അത് പറഞ്ഞിട്ടാണ് താഴോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യം പറയുന്നത്. യെസ്, അതിനുവേണ്ടി ഇങ്ങനെ വെല്ലവിജയനെയും മരിച്ചവരുടെയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന്. അങ്ങനെ വെല്ലവിധേനയും മരിച്ചവരുടെ നിന്ന് എന്ത് ചെയ്യണം? ഈ മേളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രാപിച്ചില്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് പ്രാപിക്കത്തില്ല? പുനരുദ്ധാനം, യേശുവിനെ അറിയേണ്ടതുപോലെ ആഴത്തിൽ അറിയണം. രണ്ടാമത് പുനരുദ്ധാന ശക്തി പ്രാപിക്കണം, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. മൂന്നാമത് യേശുവിൻ്റെ കഷ്ട അനുഭവങ്ങളോടുകൂടി നിത്യം എന്ത് ചെയ്യണം? ദൈനംദിന ജീവിതത്തിലൊരു കൂട്ടായ്മ. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, തന്നെത്താൻ ത്യജിക്കാത്തവൻ എൻ്റെ ശിഷ്യനായി തീരുവാൻ കഴിയത്തില്ല. പറയാൻ എളുപ്പമാണ്. ഡിസൈപ്പിൾഷിപ്പൊക്കെ പഠിപ്പിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് ഭയങ്കര തീമാന്നേ പഠിപ്പിക്കുന്നവരുടെയൊക്കെ. പറയുന്നവൻ്റെ പോലും ജീവിതത്തിൽ എന്തുണ്ടോ ഈ ഡെഡിക്കേഷനുണ്ട്. ഇതൊരു ഡെഡിക്കേറ്റഡ് ലൈഫാണ് എൻ്റെ ദൈവമക്കളെ. പറയുവാനല്ല, അങ്ങനത്തെ പ്രസംഗങ്ങൾ കേട്ടാലൊന്നും ശരിയാകത്തില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാനത് ആപ്ലിക്കബിൾ ആക്കി തീർക്കണം. ഇല്ലേ? തന്നെത്താൻ ത്യജിക്കുക. ലോകം എന്ത് പറഞ്ഞാലും അത് വിഷയമല്ല. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും അതാ. വെല്ലവിധേനയും കാഹളം ഊതുമ്പോൾ എന്ത് ചെയ്യണം? അപ്പം ഈ മരിച്ചവരെല്ലാം നമ്മൾ വളരെ വേദനയോടുകൂടി നമ്മൾ യാത്ര അയച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചവരൊക്കെ ആദ്യം ഉയർക്കും. അതാ എൻ്റെ സന്തോഷം. സ്തോത്രം. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മരിച്ചവരുടെ മധ്യത്തിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ ലോകത്തിൽ നിന്ന് 1, 2, 3 കാഹളം ഊതുമ്പോൾ ഇനി ലോകം മുഴുവൻ കാഹളം കേൾക്കുമെന്ന് പോലും അറിയത്തില്ല കേട്ടോ, അതുപോലും അറിയത്തില്ല. എങ്കിലും കാഹളം ഊതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെല്ലൻ്റെ യേശുവുമായിട്ട് 1-ാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അല്ലാത്തവരുടെ മേൽ 2-ാം മരണം അല്ലെങ്കിൽ നരകത്തിന് അവകാശമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1-ാം പുനരുദ്ധാനത്തിൽ എടുത്തോളണം. അതുകൊണ്ട് വെല്ലവിധേനയും എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പണം ഉണ്ടാക്കാനല്ല, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, കുഞ്ഞുങ്ങളുടെ നന്മയല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാവിയല്ല, നോ, റിട്ടയർമെൻറ്റ് പ്ലാൻ അല്ല, ഇതൊന്നും അല്ല. എൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ അപ്പോസ്തലൻ നമ്മൾ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുക. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ വെല്ലവിധേനെ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണം. അതാ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. ഒരൊറ്റ കാര്യമുള്ളൂ. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോഗ് ഒക്കെ അതിനുവേണ്ടിയാണ് പറഞ്ഞത്, ജനത്തിന് വിടുതലുണ്ടാകണമെങ്കിൽ, ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യത്തില്ല? മലിനപ്പെടുത്തില്ല. മറ്റുള്ള ഇസ്രായേൽ മക്കളെല്ലാം കഴിച്ചു, ഞങ്ങൾ ചെയ്യത്തില്ല. സ്തോത്രം. അങ്ങനെ അവർ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിന്നപ്പോഴാണ് തീയുടെ മധ്യത്തിൽ യേശു അവർക്ക് വേണ്ടി എന്ത് ചെയ്തത്? ഇറങ്ങി വന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു വിഷയം വെച്ച് ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തത്തില്ല. ദ്രവ്യാഗ്രഹം നിമിത്തം ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. അത്യാഗ്രഹം, സ്വാർത്ഥത നിമിത്തം ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. ലോകമോഹം, ജഡമോഹം നിമിത്തം ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തില്ല. കോപം, ക്രോധം, അസൂയ, ഇങ്ങനെയുള്ള മത്സരം, ജഡീക സ്വഭാവം, ആരെങ്കിലുമൊക്കെ പൊങ്ങച്ചം കാണിച്ചോട്ടെന്നേ. അവരല്പന്മാരാണ്. ഈ പൊങ്ങച്ചം കാണിക്കുന്നവരെ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുവാണ്? അവനൊന്നും ഇല്ലാത്തവനായിരുന്നു, ഇപ്പം എന്തോ ഉണ്ട് പൊങ്ങച്ചം കാണിക്കുന്നത്. അല്പന്മാരെന്ന് അവരെ പറയുന്നത്. സ്തോത്രം. നമ്മളെന്തിനാ അല്പന്മാരായിത്തീരുന്നത്? ആരെങ്കിലുമൊക്കെ ദൈവജനം എന്ന് പറയുന്ന ഓരോ ദൈവദാസന്മാരാണിപ്പം. അഭിഷേകം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഒരു 2 പീസും അതിൻ്റെ മേലൊരു 3 പീസും ഒരു വെസ്റ്റും ഒക്കെ ഇട്ട് ടൈയും ഒക്കെ ഇട്ടാൽ. തണുപ്പുണ്ടെങ്കിൽ ഇട്ടോ ടൈ, നല്ലതാ. അല്ലെങ്കിൽ ബട്ടൺസെങ്കിലും ഒന്നും ഇടണം, കാര്യം തൊണ്ട അല്ലേ അടഞ്ഞു പോകും. ഈ തണുപ്പില്ലാത്ത സ്ഥലത്ത് ഇതെല്ലാം കൂടി വലിച്ചു കയറ്റുന്നത് എന്തിനാണ്? ലോകം ബഹുമാനിക്കാൻ. അവിടെ ഈ പണികളൊന്നും നമ്മൾ കാണിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം വലിയൊരു നിക്ഷേപം വെച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലേ? അവിടെ എഴുതിയിരിക്കുന്ന ആ ട്രഷറിനെ പറ്റി ബൈബിൾ എന്തോ നമ്മൾ ആ ഭാഗമൊക്കെ പഠിച്ചതാണ്.
ഒരു വലിയ നിക്ഷേപമാണ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ആ ബോധ്യമില്ലാത്തവരാണ് പിന്നെ പുറമെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പൊങ്ങച്ചം കാണിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പൊങ്ങച്ചം ഒന്നും വേണ്ട. ഒരു വിഷയവും വെച്ച് നിങ്ങളെ തന്നെ മലിനപ്പെടേണ്ട. വല്ല വിധേനെ മരിച്ചവരുടെ പുനരുദ്ധാനം താഴോട്ട് നമുക്ക് പിന്നീട് അടുത്ത ആഴ്ച ചിന്തിക്കാൻ 12 വായിച്ചിട്ട് ഞാനങ്ങ് നിർത്തുക. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഞാൻ അത് ലഭിച്ചു എന്നൊന്നും അല്ല, പക്ഷേ ഞാൻ എന്തുവാ ശ്രമിക്കുന്നത്? ഞാൻ അതിനു വേണ്ടി ലഭിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ആഞ്ഞു പിടിക്കുക, മുന്നോട്ട്. ഐ ലീൻ ഫോർവേഡ്. അടുത്ത സ്തോത്രം. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഒന്ന് മാത്രം, ഞാൻ ലഭിച്ചു എന്നല്ല. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ പുനരുദ്ധാന ശക്തി അല്ലെങ്കിൽ സ്ഥിരം കർത്താവിനോടുള്ള കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, സ്വർഗീയ പ്രത്യാശ, മണവാട്ടി എന്നുള്ളൊരു സ്ഥാനം അല്ല, ഇനി പുനരുദ്ധാനം പോലും ലഭിച്ചു എന്നല്ല, പക്ഷേ അത് ലഭിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ മുൻപോട്ട് എന്ത് ചെയ്യുന്നു? ആഞ്ഞ് മുൻപോട്ട്. ഞാൻ പലപ്പോഴും ആയലിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓട്ടക്കാർക്കറിയാം. എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്നതെങ്കിൽ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം. എൻ്റെയൊക്കെ ഒരു കോച്ച് നാഷണൽ കോച്ചായിരുന്നു. താനൊക്കെ ആ സ്റ്റോപ്പറിൽ എങ്ങനെയാണ് ചവിട്ടി കുതിക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് ക്ലാസ് എടുത്തതാണ്. ആ കുനിഞ്ഞ് നിന്ന് ആ സ്റ്റോപ്പറിലോട്ട് കാല് വെച്ചിട്ട്, ബാക്കിലെ കാല് വെച്ചിട്ട് നമ്മൾ കുനിഞ്ഞ്, അതിന് 100, 200, 400 എന്നൊക്കെ സ്പ്രിൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഓട്ടങ്ങൾ. ആ ഓട്ടങ്ങൾ കുതിച്ചാലേ പറ്റൂ. കാര്യം 100-ലൊക്കെ ആദ്യത്തെ ആ ചാട്ടത്തിനെ ട്രിപ്പിൾ ജമ്പ് പോലുള്ള ഒരു ചാട്ടം ചാടുന്നവനെ അവസാനം എത്തത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഓടിയാൽ മതിയല്ലോ. ബാക്കി ആ ചാട്ടത്തിൽ കാല് ഉളുക്കുകയും ചെയ്യില്ല. ഒന്നുമല്ല, 1500, 3000 പോലും ഞങ്ങളെ സ്റ്റോപ്പർ വെച്ചിട്ട് നിർത്തും. കാര്യം അതിന് പോലും ഒരു ലീപ്പ് വേണം. പഴയ പോലല്ല, ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം സ്റ്റാമിന ഉണ്ട്. അവരൊക്കെ നല്ല ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. പണ്ടത്തെ പോലുള്ള മാൽന്യൂട്രീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാമിന ഉണ്ട്. അവരൊക്കെ ഒത്തിരി പേര് ഓടുന്നു. അപ്പോൾ ആ സ്റ്റാമിന ഉള്ളവരുടെ മധ്യത്തിൽ നീ ജയാളിയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കുതിച്ചാലേ പറ്റും. അപ്പോൾ ആ ഓൺ യുവർ മാർക്സ്, അതിനാണ് ഈ ഓൺ യുവർ മാർക്സ് ഗെറ്റ് സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ പൊങ്ങുന്നതും ഒക്കെ. ആ ഗോ പറയുന്ന സമയത്ത് ഒരൊറ്റ ലീപ്പാണ്, കാങ്കരു ലീപ്പ് ചെയ്യുന്ന പോലെ ഒരൊറ്റ ചാട്ടമാണ്. ആ ചാട്ടത്തിന് നീ എത്ര മുൻപോട്ട് പോയോ, തുടക്കം തൊട്ടാ യാത്ര പിന്നെ അങ്ങോട്ടാണ്. പിന്നെ തിരിഞ്ഞു നോക്കുന്നുമില്ല, മസിലേക്ക് ഒന്നിനെപ്പറ്റി പിന്നെ ചിന്തിക്കുന്നില്ല, ശ്വാസത്തെപ്പറ്റി ഒന്നിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ആ ട്രാക്ക് മാത്രം 2 ലൈൻ്റെ വെളിയിൽ പോകല്ലെന്നുള്ളൊരു ഒറ്റ കാര്യവും, പിന്നെ അവസാനം ഗോളും. സ്തോത്രം. ആ ഒരു ആഞ്ഞ് പിടിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? കർത്താവിൽ ആശ്രയിച്ച് ഇത്രയും വിശുദ്ധിയിലും ഇന്ന് ദൈവദാസന്മാർ പോലും നമുക്കൊരു മാതൃകയല്ലാതായി തീരുന്ന, അല്ലെ കാഴ്ചപ്പാട് മാറിപ്പോകുന്നു. ഒത്തിരി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, ഒത്തിരി ഫണ്ട് റൈസിങ്ങിലോട്ടും ഒത്തിരി ദ്രവ്യാഗ്രഹത്തിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ദൈവദാസനെ നോക്കിയോ, ഒരു 4 തലമുറ വിശ്വാസിയെ നോക്കിയോ ചിലപ്പം വി വിൽ നോട്ട് ബി എൻകറേജ്ഡ്. യേശുവിനെ നോക്കിക്കൊണ്ട്, അതിനാണ് ഈ വചനങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത്. അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ആ നിത്യത, സ്തോത്രം, ആ പുനർദാന ശക്തി, ഞാൻ എന്ത് ചെയ്യുന്നു? ആഞ്ഞു മുൻപോട്ട് ഓടുന്നു. ഒന്നേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അതുമാത്രമാണോ നമ്മുടെ ആഗ്രഹം? നമ്മളെത്ര ഒന്ന് ശോധന ചെയ്യാം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ നല്ല ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് എൻ്റെ ജോലി, എൻ്റെ വിഷയം, എൻ്റെ കുടുംബ വിഷയം, എൻ്റെ ഭവനം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ വിളി അനുസരിച്ച് വിശ്വസ്തയായിത്തീരണം. എൻ്റെ ഓട്ടമോ അധ്വാനമോ, ഞാനിനി 24 മണിക്കൂറേ ഉള്ളൂ എങ്കിലും ഒരു യൂസേജ് ചെയ്യാനെങ്കിൽ യൂസ് ചെയ്യുക. 36 മണിക്കൂർ ജോലി ചെയ്താൽ സ്തോത്രം ഒന്നും ആകത്തില്ല. ഓട്ടപ്പേഴ്സായിരിക്കും. ഒന്നും ആകത്തില്ല. ഓട്ടം ഓടിയെന്നുള്ളത് മിച്ചം, ക്ഷീണിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വിളി അനുസരിച്ച് ഞാൻ വിശ്വസ്തനായി തീർന്നാൽ എനിക്ക് വേണ്ടിയുള്ള ഞാൻ ഓടുന്നതൊക്കെ അപ്പോഴാണ് ഫലവത്തായി തീരുന്നത്. സ്തോത്രം. ആത്മീയമായിട്ട് ഞാൻ വളരുന്നത്. എനിക്കൊരു ടെൻഷൻ ഇല്ലാത്ത ജീവിതം ഉണ്ടാകുന്നത്. കാര്യം കർത്താവിൽ ആശ്രയിച്ച് എൻ്റെ കാഴ്ചപ്പാട് ഒന്നേ ഉള്ളൂ, എനിക്കത് പിടിക്കണം. ഞാൻ അതിന് വേണ്ടി ആഞ്ഞോടുക. കർത്താവേ, എനിക്കതിനുള്ള കൃപ തരണമേ. ആ വിളി അനുസരിച്ച് വിശ്വസ്തരായി തീരുവാൻ. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങൾ ഒത്തിരി ഞാൻ പറഞ്ഞില്ല, ദൈവം തരുന്ന ഒരു അവസരങ്ങളും കളയല്ലേ. ആരെയൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നു. യേശു ആരാണ്, ദൈവം ആരാണ്, ഒത്തിരി സംശയങ്ങൾ. നമ്മളൊരു ടോപ്പിക് ഇട്ട് കൊടുത്താൽ മാത്രം സംശയങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ആൾക്കാരെ വന്നുകൊണ്ടിരിക്കും. ചിന്തിക്കുന്നുണ്ട്, ആൾക്കാർ കേൾക്കുന്നുണ്ട്. സാധാരണക്കാർ പോലും ഇപ്പോൾ പല പ്രസംഗങ്ങളൊക്കെ ടി വി കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി സംശയങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അവരെ കർത്താവെങ്കിലേക്കൊന്ന് എൻകറേജ് ചെയ്യുവാൻ, ദൈവമേ എനിക്ക് തന്നിരിക്കുന്ന അല്പജ്ഞാനം, അങ്ങനല്ലേ ആ കൊച്ചു ബാലൻ ചെയ്തത്? 5 അപ്പവും ഇത്രയും 10,000 20,000 പേരെ ഒന്ന് പോറ്റാൻ അതിനൊന്നും പറ്റത്തില്ല. ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ടിഫിനാണ്.
പക്ഷേ അല്പം എനിക്കുള്ള അല്പം ജ്ഞാനം, എനിക്കുള്ള അല്പം ഭാഷ, ശബ്ദമായിക്കോട്ടെ, ചിലർക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പേടി കാണും, സംസാരിക്കാൻ പറ്റുമല്ലോ. എനിക്കുള്ള അല്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഭാഷ, കൃപ, വചനജ്ഞാനം, അത് ഞാൻ ദൈവസന്നിധിയിൽ തരുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേർ തീരുമാനമാണ് എനിക്കുള്ള അല്പം ഞാൻ ദൈവസന്നിധിയിൽ തരുന്നു. ആ താലന്തുകളെ ഒന്ന് വർദ്ധിച്ച് തരണമേ, ആ സ്വർഗീയ ജ്ഞാനം ഒന്ന് വർദ്ധിച്ച് തരണമേ, ആ ശുശ്രൂഷയിൽ ഒരു വർധനമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഹല്ലേലൂയ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ സമർപ്പണം പോലെ മനസ്സില്ലാത്തവനെ ആരെയും ചെവിക്ക് പിടിച്ച് ബായ് ജോലി ചെയ്യുന്നു പറയുന്ന പോലെ കർത്താവ് ജോലി ചെയ്യിപ്പിക്കത്തില്ല. ഓർത്തോണം, ഇത് നിങ്ങൾക്കൊരു മനസ്സ് വേണം, ഒരു ആഗ്രഹം വേണം. നിങ്ങളുടെ പക്ഷേ എൻ്റെ എക്സ്ക്യൂസസ് നോ, ഒരു പക്ഷേയും കർത്താവിന് കേൾക്കണ്ട. ഇന്നോട്ട് കർത്താവിന് വേണ്ടി സ്തോത്രം, വിളി അനുസരിച്ച് വിശ്വസ്തരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.